കലപില ശബ്ദങ്ങളും കളിച്ചിരികളും നിറഞ്ഞു നിന്നിരുന്ന ഒരു വർണ്ണശബളമായ വിദ്യാലയമായിരുന്നു അത്. വിദ്യാർത്ഥികളുടെ ഇടയിലാണെങ്കിലും അധ്യാപകർക്കിടയിലാണെങ്കിലും ഒരു പ്രത്യേക ആത്മബന്ധം ശക്തമായിരുന്നു. 10 വർഷങ്ങൾക്ക് മുന്നേ ഒരുമിച്ച് ഒരേ ദിവസം തന്നെ ജോയിൻ ചെയ്ത അധ്യാപികമാരായിരുന്നു ഗീതു ടീച്ചറും രേണു ടീച്ചറും. ഗീതു ടീച്ചർ വളരെ ചുറുചുറുക്കുള്ളവളും സംസാരപ്രിയയുമായിരുന്നു. രേണു ടീച്ചറാണെങ്കിലോ എല്ലാം ഒരു ചെറുചിരിയിൽ ഒതുക്കുന്ന ശാന്തശീലയുമായിരുന്നു. ആദ്യ നാളുകളിലെ ചെറിയ ചെറിയ സംഭാഷണങ്ങളിൽ നിന്ന് പിന്നീട് ഒരുമിച്ചുള്ള ഉച്ചഭക്ഷണവും സ്കൂളിലെ പരിപാടികളും എല്ലാമായി അവർ തമ്മിൽ ശക്തമായ സൗഹൃദം വളർന്നു. മറ്റ് അധ്യാപകർ അവരെ പേനയും പേപ്പറും എന്ന് സ്നേഹത്തോടെ കളിയാക്കിയിരുന്നു. കാലം കുറേ കടന്നുപോയി. ഉത്തരവാദിത്വങ്ങളും കൂടി. പുതിയ അധ്യാപകർ ചേർന്നു. സാങ്കേതിക വിദ്യകൾ മുന്നേറി. പഴയ സ്നേഹവും പതിയെ മാറി. മണിക്കൂറുകളോളം നീണ്ടു നിന്നിരുന്ന സംസാരം വെറും ഹായ് ബായ് എന്ന ഫോർമാലിറ്റി ആയിട്ട് മാറി. സ്കൂളിലെ ഒരു എക്സിബിഷനിടയിലുണ്ടായ ഒരു ചെറിയ തെറ്റിദ്ധാരണ. ഗീതു ടീച്ചർ കുട്ടികളുടെ കൈവശം കൊടുത്തുവിട്ട പുസ്തകം രേണു ടീച്ചറുടെ കൈവശം എത്താതിരുന്നപ്പോൾ അത് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് രേണു ടീച്ചർ തെറ്റിദ്ധരിച്ചു. തുടർന്ന് ചോദ്യങ്ങളോ പറച്ചിലോ ഒന്നും അവർ തമ്മിൽ ഉണ്ടായില്ല. പക്ഷേ ആ സൗഹൃദത്തിനിടയിൽ വലിയൊരു നിശബ്ദത പടർന്നു തുടങ്ങി. കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു ടീച്ചേഴ്സ് ഡേക്ക് സ്കൂളിലെ മുതിർന്ന കുട്ടികൾ ടീച്ചർമാരുടെ പഴയകാല ഫോട്ടോകളും വീഡിയോകളും ഒക്കെ കൂട്ടിച്ചേർത്തൊരു സർപ്രൈസ് വീഡിയോ തയ്യാറാക്കിയിരുന്നു. അതിനിടയിൽ പണ്ടെന്നോ രേണു ടീച്ചറും ഗീതു ടീച്ചറും തമാശകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ക്ലിപ്പും അതിലുണ്ടായിരുന്നു. അത് കണ്ടതും എല്ലാവരുടെയും മുഖത്തെ ചിരിമാഞ്ഞു. രണ്ടുപേരും പരസ്പരം നോക്കി. കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബന്ധങ്ങൾ പോലും ഇതുപോലെ തന്നെ അകന്നു പോയേക്കാം. അത് ചിലപ്പോൾ ശരിക്കുമുള്ള ദേഷ്യം കൊണ്ടാവണമെന്നൊന്നുമില്ല. ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ കൊണ്ടോ സമയക്കുറവ് കൊണ്ടോ അതുമല്ലെങ്കിൽ ചില നേരത്തെ മൗനം കൊണ്ടുമാകാം. രേണുവിനെയും ഗീതുവിനെയും പോലെ തന്നെയാണ് നമ്മളിൽ പലരും. ഒപ്പമുണ്ടാകും, പക്ഷെ മനസ്സിലാക്കാറില്ല. മിണ്ടാതിരുന്ന് തെറ്റിദ്ധാരണ വലുതാകും. ചിലപ്പോൾ ഒരു ചെറു പുഞ്ചിരിയോ ഒരു നോട്ടമോ മതിയാകും ആ മൗനത്തിന്റെ വിള്ളലകറ്റാൻ. വിലമതിക്കാനാകാത്ത സൗഹൃദങ്ങൾ നിലനിന്നു പോകാൻ. കാരണം ചെറിയൊരു വാക്ക് മതിയാകും ഹൃദയങ്ങൾ വീണ്ടും ഒന്നിക്കാൻ. ഈ കഥ കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ ഒരു കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ എങ്കിലും നിങ്ങൾ ഓർത്തു കാണും. അവർക്ക് ഈ കഥ അയച്ചു കൊടുക്കാൻ മറക്കല്ലേ. എവിടെയോ നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങൾ അതിലും ശക്തമായി നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ് വരുന്നത്. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. അതോടൊപ്പം തന്നെ നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.